ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മുളകിട്ടതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ തക്കാളി അരച്ചതാണ്. അതിനോടൊപ്പം ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ മുളക് പൊടി, സാധാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളൊക്കെ തക്കാളിയുടെ ചാറിൽ കിടന്നൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഉടൻ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ ഉലുവ, കുറച്ചൊരു നുള്ളോ 2 നുള്ളോ മതിയാവും ഉലുവ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ നല്ല മുരിഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ചെറിയ ഉള്ളിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചേർത്ത ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വാടി കിട്ടുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ഉള്ളിയെല്ലാം ഇപ്പോൾ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ മുളക് പൊടിയൊക്കെ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി 1 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി. ചിക്കനിൽ നമ്മൾ അല്ലെങ്കിലും വേവിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വരുന്നതാണ്. അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കിയാണ്. ചിക്കനൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയ ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ കറക്റ്റാണോ, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ്, അതുകൂടി ചേർത്ത ശേഷം വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. വീണ്ടും ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറിയൊക്കെ ഇപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുറുകി കിട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട ശേഷം ഒന്ന് വെച്ചേക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റിയായ ചിക്കൻ മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.